പ്ലസ് 1 അക്കൗണ്ടൻസിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യം ഏതാണെന്ന് ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയുന്ന ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്തത്? നിങ്ങളുടെ എല്ലാ വർഷത്തെ ഫൈനൽ എക്സാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനും ഈ ഒരു പോർഷൻ ജനറലി എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. 6-7ഓളം ഒബ്ജക്റ്റീവ്സ് അക്കൗണ്ടിങ്ങിനുണ്ട്. സോ നിങ്ങൾ അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടിയാണ്, കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ടിങ് എന്തിന് ചെയ്യണം? ആര് ചോദിച്ചാലും ആ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സോ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്നത്. ഒന്നാമത്തെ കാര്യം, മെയിൻറ്റെയിനിങ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്. അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിസിനസ്, നമ്മൾ നടന്നൊരു ബിസിനസ്സാണ്. സോ ബിസിനസ്സിൽ എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്ന് പിന്നീട് നമുക്ക് പരിശോധിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കണേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ നമ്മുടെ ബാങ്കിൽ 5 ലക്ഷം ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് 5 ലക്ഷം ബാലൻസ് ഉണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ഇന്നത്തെ ഡേറ്റിൽ നമ്മുടെ കയ്യിൽ ആകെ 2.5 ലക്ഷമേ ക്യാഷ് ബാലൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കും എന്തുകൊണ്ടാണ് ഈ 5 ലക്ഷം 2.5 ലക്ഷം ആയത്? അതിൻ്റെ ഓൾറെഡി ട്രാക്ക് റെക്കോർഡ്സ് വേണ്ടേ? എന്തൊക്കെ ചിലവ് വന്നു, എന്തൊക്കെ വരവ് വന്നു, എത്ര ക്യാഷ് വന്നു, എത്ര ചിലവായി, അങ്ങനെ കറക്റ്റ് ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ക്യാഷ് മൂവ്മെന്റ് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ രീതിയിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അപ്പോൾ അത് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അക്കൗണ്ടിങ് ചെയ്യണം. അക്കൗണ്ടിങ് ചെയ്താൽ അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ, നമ്മുടെ ബിസിനസിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മുടെ ബിസിനസിൻ്റെ ലാഭം എത്രയാണ്, എത്ര ചിലവുണ്ട്, എത്ര വരവുണ്ട്, വരവാണോ ചിലവാണോ കൂടുതൽ, വരുമാനമാണ് കൂടുതലെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും, വരുമാനം കുറവും ചിലവ് കൂടുതലുമാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് നഷ്ടമായിരിക്കും. സോ നമ്മുടെ ബിസിനസിൻ്റെ റിസൾട്ടായ ലാഭമോ നഷ്ടമോ അറിയണം. മൂന്നാമത്തേത്, നമ്മുടെ ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയണം. നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് അസറ്റുകൾ ഉണ്ടാകും, അഥവാ ആസ്തി, ഒരുപാട് ബാധ്യതകൾ, ലയബിലിറ്റീസ് ഉണ്ടാകും. ഓണർ ബിസിനസ്സിൽ കുറേ പൈസ മൂലധനം ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നുണ്ടാകും. സോ ഇതൊക്കെ എത്ര ബാലൻസ് ഉണ്ട്, ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, നമ്മുടെ ബാധ്യതയിലെ ലിസ്റ്റിലുള്ള ആർക്കൊക്കെ കടം വീട്ടാനുണ്ട്, ഇനി എത്ര കടം ബാലൻസ് ഉണ്ട്, എത്ര നമ്മൾ വീട്ടിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഏതൊക്കെ അസറ്റുകളുണ്ട്, എത്ര മെഷീനറി ഉണ്ട്, എത്ര ബിൽഡിംഗ് ഉണ്ട്, തുടങ്ങി എത്ര ക്യാഷ് ഉണ്ട്, എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്, ഇതൊക്കെ ഓരോരോ ഫിനാൻഷ്യൽ പൊസിഷൻസ് അല്ലേ. സോ ഈ ഫിനാൻഷ്യൽ പൊസിഷൻസ് എത്രയാണ് എന്താണെന്നുള്ള കറക്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ചെയ്തിരിക്കണം. ഇനിയും ഒരുപാട് എന്തുണ്ട് അക്കൗണ്ടിങ് ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്നാൽ നാലാമത്തേത്, നമ്മുടെ ബിസിനസ്സിനെ അസിസ്റ്റ് ചെയ്യാൻ അഥവാ ബിസിനസ് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എന്ത് വേണം? അക്കൗണ്ടിങ് വേണം. പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. നമ്മുടെ ബിസിനസ്സിന് ഇൻഫർമേഷൻ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊരു ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കാം. സോ ആ ബാങ്കിൻ്റെ മാനേജർ നമ്മളോട് എന്താ ചോദിക്കാം? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കഴിഞ്ഞ 3-4 വർഷങ്ങളിലായിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കും. ഓ, നിങ്ങളുടെ ബിസിനസ് ഇത്ര ലാഭം ഉണ്ടല്ലേ, ഇത്ര ആസ്തി ഉണ്ടല്ലേ, സോ നിങ്ങൾ നല്ല രീതിയിൽ വരുമാനം വരുന്ന ഒരു ബിസിനസ് ആണല്ലോ. സോ ഒരു ലോൺ തന്നാൽ ഈസി ആയിട്ട് അവർ റീപേ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. സോ അത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ബാങ്ക് നമുക്ക് ലോൺ വരുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ് ചോദിക്കും, സെയിൽസ് ടാക്സിൻ്റെ ടീം ചോദിക്കും, GSTയുടെ ടീം വരും, ഇൻകം ടാക്സ് ചോദിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ടാക്സ് അടച്ചത്? നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ടാക്സ് അടക്കാനില്ലേ? അപ്പോൾ നമ്മൾ പറയും ഇല്ല, ഇത്ര ടാക്സ് അടക്കാനുള്ളൂ. ഇതാണ് നമ്മുടെ സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ്. അത് വെച്ച് എന്ത് ചെയ്യും? നമ്മൾ ടാക്സും കാര്യങ്ങളും എന്ത് ചെയ്യും? അവർക്ക് കാണിച്ചു കൊടുക്കും. ഇനി എന്തുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. നിയമപരമായിട്ട് നിയമം പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം നിയമപരമായിട്ടുള്ള പരിരക്ഷയല്ല, നിയമപരമായിട്ടുള്ള കംപ്ലയൻസ് അഥവാ നിയമം പറയുന്നുണ്ട്, നിഷ്കർഷിക്കുന്നുണ്ട് എന്ത്? നമ്മളോട് അക്കൗണ്ടിങ്ങും കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ? ഒന്നാമത്തത്, മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. 2, ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, ടു നോ ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ്, അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അങ്ങനെ 6ഓളം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇത് ഏതെങ്കിലും 3 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. 4 പഠിച്ചു വെച്ചാൽ കാരണം ചിലപ്പോൾ 3 ആയിരിക്കും ഉണ്ടാവുക, ഓർമ്മ ഉണ്ടാവുക. ജനറലി 3 ചോദിക്കുക, പക്ഷേ ചിലപ്പോൾ 4 ചോദിച്ചുകൂടായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ 4 എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.